സെൻറ്റ് സബൻസ് കൊണ്ടിട്ട് ആണ് എൻ്റെ വടക്കൻ സ്ഥാപൂൻ്റെ ഭാര്യയാണ് ഞാൻ. എനിക്ക് ഫെബ്രുവരി തൊട്ട് എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഓട്ടുപാറ ആശുപത്രിയിൽ കാണിക്കാൻ പോയി. അവിടെ 2-3 പ്രാവശ്യം കാണിക്കാൻ പോയി. അവിടെ പോയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. കുറവില്ലാതെയായിപ്പോൾ സ്കാൻ ചെയ്ത് അതിൽ പൊക്കിളിൻ്റെ സൈഡിലായിട്ട് എനിക്ക് തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ കുറച്ച് ദിവസം ഞാൻ കടയിലേക്ക് പോയതാണ്. ഞാൻ കല ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഞാൻ അവിടേക്ക് പോയി നിർത്തിയിട്ട് കുറച്ച് ദിവസമായിട്ട് കുറവില്ലാതെയായിപ്പോൾ. അതിനുശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പോയി മെഡിക്കൽ കോളേജിൽ. അവിടെ പോയപ്പോൾ ഷെറിൻ ഡോക്ടറെ അവിടെ കാട്ടിയേക്ക്. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടുത്തെ സ്കാനിങ്ങിന് 1.5 മാസം കൂടുതൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കാനിങ് ഇവിടെ കിട്ടുക. അപ്പോൾ ഞാൻ അവിടെ ചെയ്തില്ല. ഞാൻ ഇവിടെ ഓട്ടുപാറ ഒരു സ്കാൻ സെൻ്ററിൽ പോയി ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് അതിൽ ഗർഭപാത്രത്തിൽ തടിപ്പുണ്ടെന്ന് പറഞ്ഞു. ആ തടിപ്പ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ രക്തം മൂത്രം ടെസ്റ്റ് ചെയ്യാൻ തന്നു. അത് കൊടുത്തപ്പോൾ അതിൽ ടൈറോയ്ഡ് കൂടുതലാണെന്ന് പറഞ്ഞു. ടൈറോയ്ഡ് കൊള്ളുമ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ട് 11-ാം തീയതിക്ക് അവർ DNCക്ക് തരുകയും ചെയ്തു. അത് ചെന്നപ്പോൾ ടൈറോയ്ഡ് നല്ല കൂടുതലാണ്, അത് കുറയാതെ രക്ഷയില്ലേ പറഞ്ഞു. അപ്പോൾ ഞാനതിന് ശേഷം മുന്നേയും ഒക്കെ ഞാൻ യുവദാസിലേക്ക് വേണ്ടി യുവദാസിലൂടെ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ കടയിൽ നിൽക്കുമ്പോഴായാലും വീട്ടിലാകുമ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തിരുന്നു. എനിക്ക് നല്ല കുറവുണ്ടാവാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ കുറവ് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സാക്ഷ്യം പറയായിരുന്നു. കുർബാനയ്ക്ക് കാശ് കൊടുക്കാനും നേരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ 11-ാം തീയതി DNCക്ക് പോകണം. DNC ചെയ്ത് അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വയറുവേദന വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും സ്കാൻ ഷെറിൻ ഡോക്ടറെ പോയി കാട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കംപ്ലൈൻറ്റും ഇല്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ഓട്ടുപാറ വേറൊരു ഡോക്ടറെ കാട്ടി നോക്കി, ജെറി ഡോക്ടറിനെ കാട്ടി. ഞാൻ മുന്നേ അറിയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു ഇതിൽ സ്കാനിങ്ങിൽ പൊക്കിളിൻ്റെ അവിടുത്തെ തടിപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്. പൊക്കിളിൻ്റെ തടിപ്പ് അവിടെ നിന്ന് പോയേക്കണു, എന്താ ഉണ്ടായെന്ന് അറിയില്ല, അതില്ല എന്ന് പറഞ്ഞു. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല പറഞ്ഞു. അങ്ങനെ യുവദാസിലേക്കൊക്കെ എനിക്ക് എൻ്റെ അസുഖം അവിടെ നിന്ന് മാറ്റി തരികയാണ് ചെയ്തത്. ഇതിന് മുൻപ് എനിക്ക് വീട് പണി ഉണ്ടായിരുന്നു. വീട് പണിയുടെ സമയത്ത് ഇതുപോലെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും നൊവേനയും രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഞാൻ എന്നും നൊവേന നൊവേനയും പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അങ്ങനെ അന്ന് സമയത്ത് ഇതുപോലെ വീട് പണി സമയത്തും എനിക്ക് യുവദാസിലേക്ക് സഹായിക്കുകയും ചെയ്തു. കാരണം വീട്ടിലേക്ക് പൈസ ഇല്ലാതെ ഞാൻ കുറേ ബുദ്ധിമുട്ടി. നമ്മൾ മുനിസിപ്പാലിറ്റിത്തെ കാശ് കൊണ്ടാണ് ഞാൻ ആ വീട് കയറ്റാൻ നോക്കിയത്. പിന്നെ കുറച്ച് വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, ആ പണ്ടും കൂടി എടുത്തു. എന്നിട്ട് തികയില്ല. ഞങ്ങൾക്ക് കുറേ കാശിന് ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്ക് ഞങ്ങളുടെ വീട് കൂടാതെ എൻ്റെ വീട്ടിൽ വേറൊരു വീടുണ്ടായിരുന്നു. ആ വീട് വിൽക്കാൻ സന്ദർഭം കിട്ടി, പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദർഭം കിട്ടിയതാണ്. അങ്ങനെ ആ വീട് വിറ്റപ്പോൾ അതിലും കൂടി എനിക്കൊരു അവിടുന്ന് എനിക്ക് എന്താ പറയുക വീട് വിൽക്കാൻ കിട്ടി. വീട് വിറ്റു. അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് സഹായിച്ചു. അങ്ങനെ എൻ്റെ വീട് പണി കഴിയുകയും ചെയ്തു. എൻ്റെ ഈ ജീവിതത്തിൽ യുവദാസിലേക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നന്നായി സഹായിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോലെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുണ്യാളം സഹായിക്കുമെന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളോട് അതാ പറയാറുണ്ടല്ലോ, നന്നായി പ്രാർത്ഥിച്ചോടെ, നിങ്ങളെല്ലാവരും സഹായിക്കും എന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇത് സാക്ഷ്യം പറയണം. നിങ്ങൾക്ക് നല്ല ഉറപ്പായിട്ടും നമുക്ക് ഇതിനൊരു പുണ്യാളനോട് പ്രാർത്ഥിച്ച് എന്തായാലും സാധിക്കുമെന്ന് പറയണോ. ദൈവത്തെ നമുക്ക് ദൈവം സഹോദരിക്ക് നൽകിയ അനുഗ്രഹത്തിൽ